പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവാതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ടവരെ, നാം നേരത്തെ ഒരു പരമ്പര ചിന്തിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾ വിസ്മരിച്ചിട്ടില്ല എന്ന് വിചാരിക്കട്ടെ. ക്രിസ്തീയ ജീവിതം നയിക്കേണ്ട വിധങ്ങളെക്കുറിച്ച് വേദപുസ്തക വെളിച്ചത്തിൽ നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിൽ ഒരു ചിന്ത കൂടെ നമ്മൾ ഇന്ന് ചേർത്ത് വയ്ക്കണമെന്ന് വിചാരിക്കുകയാണ്. ആയതിനു വേണ്ടി തീത്തോസിന് പൗലൂസ്ലിഹ എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11, 12, 13 തിരുവചനങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കുകയാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. മശിഹ മൂലം നമുക്ക് സാധ്യമായതാണ് ഈ ദൈവകൃപ. അത് സകല മനുഷ്യർക്കും വേണ്ടി ദൈവം സാധിപ്പിച്ചതാണ്. അത് രക്ഷാകരമായ കൃപാവ്യാപാരമാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം നൽകിയിരിക്കുന്നു എന്നാണ് വ്യക്തമായി യോഹന്നാൻ ശ്ലീഹായിലൂടെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം അവരെ വീണ്ടെടുക്കേണ്ടതിന് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നാണ് യോഹന്നാൻ വീണ്ടും 3-ാം അധ്യായത്തിൽ എഴുതുന്നത്. അപ്പോൾ ഇത് സാർവത്രികവും സാർവലൗകികവുമായ രക്ഷയാണ്. സകല മനുഷ്യർക്കും വേണ്ടി ഒരുക്കപ്പെട്ട രക്ഷയാണ്. അതുകൊണ്ട് തന്നെ അതിനെ വളരെ വിശാലമായ കാഴ്ചപ്പാടോടെ വേണം നമ്മൾ കണ്ടെത്തുവാനും വായിച്ചെടുക്കുവാനും. എന്നിട്ട് അപ്പോസ്തലൻ തുടർന്ന് തീത്തോസിന് എഴുതുകയാണ്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ അതാണ്. നമ്മൾ എന്തിനു വേണ്ടി കാത്തിരിക്കണം? നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കാത്തിരിക്കണം. ഭൗമലോകത്തിനപ്പുറത്തുള്ള ഒരു ദർശനമാണ് ആത്മീക ജീവിതം. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗ്യകരമായ വില എന്ന് പറയുന്നത്. ഈ പ്രത്യാശയില്ലാത്ത ആളുകളാണ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർ. അവരുടെ ആശ മുഴുവനും ഈ ലോകത്തിലും ഈ ലോകത്തിൻ്റെ ജീവിതത്തിലും മാത്രമാണ്. അതുകൊണ്ട് അവർ മരണത്തെ വല്ലാതെ ഭയപ്പെടുകയും മരണാനന്തര ജീവിതത്തെ സംശയത്തോടെ നോക്കിക്കാണുകയും അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് സംശയിക്കുകയും അതില്ല എന്ന് മനസ്സിൽ പറയുകയും അതുകൊണ്ട് തന്നെ അവർ ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും അത് ഭാഗ്യകരമായൊരവസ്ഥയാണെന്നും ബോധ്യപ്പെട്ട ഒരാൾക്ക് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ശക്തമായി നിലനിൽക്കുന്ന ഒരു ബോധ്യത്തിൻ്റെ പേരാണ് പ്രത്യാശ. മരണം ഒരവസാനമല്ലെന്നും മരണത്തിനപ്പുറം ഒരു ഭാഗ്യകരമായ ജീവിതമുണ്ടെന്നും അവിടെ എനിക്ക് ഭാഗ്യകരമായ ഓഹരിയും അവകാശവും ഉണ്ടെന്നുള്ള ബോധ്യപ്പെടലാണ് ഈ പ്രത്യാശ. അപ്പോൾ ഈ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് അവൻ വരും. അവൻ മഹാദൈവമാണ്, നമ്മുടെ രക്ഷിതാവാണ് യേശുക്രിസ്തു. അവൻ വാഗ്ദത്തം ചെയ്തവനാണ്, വാഗ്ദത്തത്തിൽ വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വരുന്നവനാണ്. എന്താണ് അവൻ പറഞ്ഞത്? ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കാനാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം കൊട്ടാരങ്ങളുണ്ട്. മുത്തുകളാൽ അലങ്കരിക്കപ്പെട്ട, രത്നങ്ങളാൽ മനോഹരമായി ചിട്ടപ്പെടുത്തപ്പെട്ട മനോഹരമായ കൊട്ടാരങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരങ്ങൾ ഒരുക്കുവാൻ പോകുകയാണ്. ഞാൻ പോയി കൊട്ടാരങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങളെ എന്നോടുകൂടെ ചേർക്കുവാൻ ഞാൻ വീണ്ടും വരുമെന്നാണല്ലോ അവിടുത്തെ വാഗ്ദാനം. അവൻ വരിക തന്നെ ചെയ്യും. അവിടെ ഒരു വാസമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതാണ് ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത്. അങ്ങനെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുകയാണ്. വാക്ക് പറഞ്ഞവൻ വരും, വരാതിരിക്കില്ല. അവൻ നമുക്ക് വേണ്ടിയാണ് എഴുന്നള്ളി വരുന്നത്. സകല പ്രതാപത്തോടും കൂടിയാണ് എഴുന്നള്ളി വരുന്നത്.
നിത്യമായ വാസസ്ഥലം നമുക്ക് നൽകുവാനാണ് അവൻ എഴുന്നള്ളി വരുന്നത്. അവനോട് കൂടെ നമ്മളെ പാർപ്പിക്കുവാനാണ് അവൻ എഴുന്നള്ളി വരുന്നത്. നിത്യജീവൻ നമുക്ക് അവകാശമായി വാഗ്ദത്തം ചെയ്തവൻ നിത്യജീവനിൽ നമുക്ക് ഓഹരി പങ്കിടുവാനാണ് എഴുന്നള്ളി വരുന്നത്. അവൻ്റെ മഹത്വ പ്രതീക്ഷതയാണ് നമ്മുടെ വലിയ പ്രത്യാശ. അവൻ വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാത്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ എങ്ങനെ കാത്തിരിക്കണം എന്നാണ് 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു വയ്ക്കുന്നത്. ഭക്തിയോടെ കാത്തിരിക്കണം. ഭക്തികേട് പ്രത്യാശയുള്ള ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഭക്തികേടും ഭക്തിപൂർവമായ ജീവിതവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഭക്തിയുള്ളവരെപ്പോഴും ശുദ്ധിയോടെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഭക്തി കെട്ടവർ ഇവിടെ പറയുന്നത് പോലെ പ്രപഞ്ചമോഹങ്ങൾക്ക് അടിമകളായിരിക്കും. ഈ നശിച്ചു പോകുന്ന ലോകത്തിൻ്റെ മോഹവലയത്തിലും മായാപ്രപഞ്ചത്തിലും ജീവിതം അടിയറ വച്ചിട്ടുള്ളവരൊക്കെ സത്യത്തിൽ ഭക്തി കയ്യിലില്ലാത്തവരാണ്. ഒരുപക്ഷെ ഭക്തി അഭിനയിച്ച് പ്രകടിപ്പിക്കുന്നവരാണ്. യഥാർത്ഥ ഭക്തർക്ക് ഈ പ്രപഞ്ചമോഹങ്ങൾക്ക് കീഴടങ്ങാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിമയായി തീരാൻ കഴിയില്ല. ജഡത്തിൽ വസിക്കുകയും ലോകത്ത് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യന് പ്രപഞ്ചബന്ധമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അത് സത്യമാണ്. അപ്പോൾ തന്നെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതിനടിമയായി മാറരുത് എന്നുള്ളതാണ്. പലർക്കും പറ്റുന്ന അബദ്ധം ഇതാണ്: ലോകത്തിന് വേണ്ടിയായി പോകുന്ന ജീവിതം. ലോകത്തിന് അടിമയായി തീരുകയാണ് പല മനുഷ്യരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അപകടം എന്നുള്ളത് മനസ്സിലാക്കുക. അവിടെയാണ് പ്രപഞ്ചമോഹങ്ങൾ വർജിക്കണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലോകം വിട്ട് പോകണമെന്നല്ല പറഞ്ഞത്, ലോകത്തിന് അടിമയാകാതെ സ്വയം സൂക്ഷിക്കണമെന്നാണ്. ഈ ജഡം വിട്ട് പോകണമെന്നല്ല പറഞ്ഞത്, ജഡത്തിന് അടിമയാകാതെ സ്വയം സൂക്ഷിക്കണമെന്നാണ്. നമ്മൾ ഈ ലോകത്തെയും ജഡത്തെയും നിയന്ത്രിക്കുന്നവരും കീഴടക്കുന്നവരുമായി മാറണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ളതായ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും നാം വർജിക്കണം. എന്നിട്ട് എങ്ങനെ ജീവിക്കണം? ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാനദണ്ഡം എങ്ങനെയായിരിക്കണം? ഈ ലോകത്തിൽ സുബോധത്തോടെ ജീവിക്കണം. സുബോധത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടത്? ഞാൻ ആരാണെന്നുള്ള ബോധം, അതാണ് ശരിക്കും സുബോധം. ഞാൻ എന്താണെന്നുള്ള ബോധം, എൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ് എന്നുള്ള ബോധം, എൻ്റെ വ്യക്തിത്വം എന്താണ് എന്ന ബോധം, അതാണ് സുബോധം. ദൈവത്തെ അറിഞ്ഞവർക്ക് ഈ സുബോധം കണ്ടെത്താനായിട്ട് കഴിയുകയുള്ളൂ. ഞാനൊരു ദൈവ പൈതലാണെന്ന ബോധം, ഞാൻ സർവശക്തനായ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന ബോധം, ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപമാണെന്ന ബോധം, ഞാൻ ദൈവത്തിൻ്റെ സാദൃശ്യമാണെന്ന ബോധം, അവൻ എൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു എന്ന ബോധം, ഞാൻ മറ്റു മൃഗങ്ങളെപ്പോലെ ഒരു മൃഗമല്ല, എൻ്റെ ഉള്ളിൽ ആത്മാവെന്ന ഒരു തൃതീയ ഘടകമുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവുമായി ത്രിയേക ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട തൃത്വാത്മക സ്വരൂപിയായ ഒരു മനുഷ്യനാണ് എന്ന ബോധം. വീണ്ടും സർവശക്തനായ ദൈവം എനിക്ക് വേണ്ടി യാഗമായി തീർന്നിട്ട് എന്നെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന ബോധം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി സ്വന്തമാക്കിയിരിക്കുന്നു എന്ന ബോധം. ഞാനിപ്പോൾ എൻ്റെ വകയല്ല, കർത്താവിൻ്റെ വകയാണ് എന്ന ബോധം. അവൻ്റെ തിരുരക്തത്താൽ ഞാൻ കഴുകപ്പെട്ടിരിക്കുന്നു എന്ന ബോധം. എൻ്റെ പാപങ്ങൾ അവൻ കഴുകി എന്നെ നിർമ്മലീകരിച്ചിരിക്കുന്നു എന്ന ബോധം. ഞാൻ അവൻ്റെ സ്വത്തും സ്വന്തവുമാണ് എന്ന ബോധം. വീണ്ടും അവൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ വസിക്കുന്നുവെന്ന്, ഞാൻ ദൈവത്തിൻ്റെ ആലയമാണ് എന്ന ബോധം. ഇതിൻ്റെ പേരാണ് സുബോധം. ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നുമുള്ള ബോധം. ഞാൻ കർത്താവിൻ്റെ മണവാട്ടിയാണ് എന്ന ബോധം. ഞാൻ മുദ്രയിടപ്പെട്ട ഒരു ദൈവ പൈതലാണ് എന്ന ബോധം. ഞാൻ കർത്താവിൻ്റെ അവകാശമാണ് എന്ന ബോധം. ഞാൻ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടുള്ള സ്വർഗരാജ്യത്തിലെ പ്രജയാണ് എന്ന ബോധം. ഞാൻ ദൈവമായ കർത്താവിൻ്റെ മകനാണ്, മകളാണ് എന്ന ബോധം. ഈ ബോധമൊക്കെ എനിക്കുണ്ടെങ്കിൽ ഇതെല്ലാം ഉള്ളിലിട്ടുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. ഈ ബോധമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്
എൻ്റെ വാക്കുകളും എൻ്റെ പ്രവൃത്തികളുമെല്ലാം നിയന്ത്രണമില്ലാത്തതും ഞാൻ ജഡത്തിന് കീഴടങ്ങുന്നതും പ്രപഞ്ചമോഹങ്ങൾക്ക് വശംവദനായി അതിൻ്റെ അടിമയായി പോകുന്നതും. സുബോധം നഷ്ടപ്പെട്ട ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ പാപങ്ങളിൽപ്പെട്ടു പോകുന്നത്. അപ്പൻ്റെ കയ്യിൽ നിന്ന് അവകാശം ചോദിച്ചു വാങ്ങി അത് വിറ്റ് പണമാക്കി മടിശീലയിൽ കെട്ടി ദൂരദേശത്ത് പോയി ആനന്ദം തേടിയ ധൂർത്തപുത്രനെക്കുറിച്ച് യേശു പറഞ്ഞ ഒരു മനോഹരമായ ഉപമയുണ്ടല്ലോ. അവൻ സുബോധമില്ലാത്തവനായിരുന്നു. അവൻ അപ്പൻ്റെ സ്നേഹം അറിഞ്ഞില്ല, അപ്പൻ്റെ വീട്ടിലെ സംരക്ഷണം അറിഞ്ഞില്ല, അപ്പൻ്റെ വീട്ടിലെ സമൃദ്ധി അറിഞ്ഞില്ല, അപ്പൻ്റെ കരുതൽ അറിഞ്ഞില്ല, അപ്പൻ്റെ വീട്ടിലെ വാസത്തിലെ സുരക്ഷിതത്വമൊന്നും അറിഞ്ഞില്ല. സുഖം മാത്രമേ അവൻ അറിഞ്ഞുള്ളൂ. പ്രപഞ്ചമോഹങ്ങൾ അവനെ വശീകരിച്ചു. എന്നാൽ പന്നിക്കൂട്ടിൽ കിടക്കുന്ന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ വേളയിൽ പ്രതീക്ഷകളില്ല എന്നൊരു സാഹചര്യം അവൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ, പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം പോലും അവന് കിട്ടാതെ വന്നപ്പോൾ അവൻ ആ കുഴിയുടെ കരയിലിരുന്ന് ചിന്തിച്ചു. അപ്പോഴവന് സുബോധം വന്നു എന്ന് വ്യക്തമായി യേശു പറയുന്നുണ്ട്. അവനെക്കുറിച്ച് ബോധ്യപ്പെട്ടു എന്നും അവൻ അപ്പൻ്റെ വീടിനെക്കുറിച്ച് ഓർത്തു എന്നും അപ്പൻ്റെ സ്നേഹവും വാത്സല്യവും അവൻ്റെ ഉള്ളിൽ ഒരു വലിയ ചിത്രമായി വരയ്ക്കപ്പെട്ടു എന്നും അപ്പൻ്റെ വീട്ടിലെ വേലക്കാർ തിന്ന് ശേഷിപ്പിക്കുന്ന ഭക്ഷണമെങ്കിലും കിട്ടിയാൽ മതി എന്നൊരു മോഹം അവൻ്റെ ഉള്ളിൽ ഉദിച്ചു എന്ന് നമുക്ക് പറയുമ്പോൾ അവന് സുബോധം വന്നു എന്നാണ് പറയുന്നത്. ശരിക്കും താൻ ആരാണെന്നും താൻ എന്താണെന്നും അപ്പോഴാണ് അവന് ബോധ്യപ്പെട്ടത്. തൻ്റെ പദവിയും തൻ്റെ നിലയും തൻ്റെ വിലയും അപ്പോഴാണ് അവന് ബോധ്യപ്പെട്ടത്. ഒരു ദൈവ പൈതൽ എപ്പോഴും സുബോധത്തോടെയാണ് ജീവിക്കേണ്ടത്. പ്രത്യാശയുള്ള ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഈ സുബോധമുണ്ടാകും. തൻ്റെ പദവിക്കൊത്തവണ്ണം ആ വ്യക്തി ജീവിക്കും. അങ്ങനെ ജീവിക്കണമെന്നാണ് ഈ നാളുകളിൽ നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നതും അപ്പോസ്തലനിലൂടെ പ്രബോധിപ്പിക്കുന്നതും. നാം സുബോധമുള്ളവരായിരിക്കണം. വീണ്ടും പറയുന്നു, സുബോധമുണ്ടായാൽ മാത്രം പോരാ, നീതിയോടുകൂടെ നാം ജീവിക്കണമെന്ന്. നീതിയോടുകൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അനീതിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നീതി അല്ലാത്തതൊക്കെ അനീതിയാണ്. നീതി എന്ന് പറയുന്നത് ദൈവീക നീതിയുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. ദൈവിക നീതി വളരെ ശക്തമാണ്. ദൈവിക നീതി ഒരിക്കലും കീഴ്മേൽ മറിക്കാവുന്ന ഒന്നല്ല. ദൈവം നീതിമാനാകൊണ്ടും ദൈവനീതി നീക്കം വരാത്തതായതുകൊണ്ടുമാണ് പാപിയായ മനുഷ്യനെ തൻ്റെ ശക്തി ഉപയോഗിച്ച് രക്ഷിക്കാതെ മനുഷ്യാവതാരമെടുത്ത പുത്രൻ തമ്പുരാൻ യേശുമശിഹ മുഖാന്തിരം പാപത്തിന് ശമ്പളമാകുന്ന മരണം ദൈവം ഏറ്റെടുത്ത് പാപിക്ക് പരിഹാരം വരുത്തി ദൈവനീതി നിവർത്തിയാക്കി പാപിയെ തന്നെ സ്വന്തമാക്കി തീർത്തത്. ദൈവത്തിൻ്റെ നീതിയിൽ കോംപ്രമൈസുകളോ വിട്ടുവീഴ്ചകളോ അഡ്ജസ്റ്റ്മെൻറ്റുകളോ ഇല്ല. ദൈവം നേർരേഖയിൽ നീതി നടത്തുന്നവനാണ്. അത് നടത്തി കാണിച്ച് തെളിയിച്ചവനാണ്. ആ നീതി നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമായി തീരണം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ പരമയാഗത്താൽ അല്ലാതെ, ദൈവപുത്രൻ്റെ ക്രൂശിലെ യാഗമുഖാന്തിരം അല്ലാതെ പാപിക്ക് മോചനം സിദ്ധിക്കാൻ വേറെ വഴിയും മാർഗവും ഒന്നുമില്ല. അപ്പോൾ നീതിയോടെ നാം ജീവിക്കണമെന്ന് പറയുമ്പോൾ ദൈവിക നീതി നാം സ്വായത്തമാക്കണമെന്ന് തന്നെ അവിടെ നമ്മൾ അർത്ഥമാക്കണം. ക്രൂശിലെ യാഗത്തിൻ്റെ വില അറിഞ്ഞ് ബോധ്യപ്പെട്ട് കർത്തൃകരങ്ങളിൽ സമർപ്പിതരായി നാം ജീവിക്കണം. ഒപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബപരമായ ജീവിതത്തിൽ, ഔദ്യോഗികപരമായ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ, നമ്മുടെ ബിസിനസ് മേഖലകളിൽ നാം നീതി സൂക്ഷിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ നീതിക്ക് പാത്രീഭൂതരായിത്തീരുകയും ദൈവിക നീതിയാൽ വീണ്ടെടുക്കപ്പെടുകയും ചെയ്ത് രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്ന പ്രത്യാശയുള്ള ദൈവമക്കൾക്ക് നീതികേട് പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല. നീതികേട് പ്രവർത്തിക്കാൻ കഴിയുന്നുവെങ്കിൽ അവർ ഈ വലിയ വീണ്ടെടുപ്പ് ഇതുവരെ സ്വായത്തമാക്കിയിട്ടുള്ളവരല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നീതികേട് നിലനിൽക്കരുത്. ജോലി ചെയ്ത ഒരാളുടെ കൂലി പിടിച്ചു വയ്ക്കരുത്. അധ്വാനിച്ചവന് പ്രതിഫലം കൊടുക്കാതിരിക്കരുത്. അന്യൻ്റെ മുതൽ ഒരു കാരണവശാലും കൈവശം വയ്ക്കരുത്. കള്ളപ്രമാണം ഉണ്ടാക്കിയത് സ്വന്തമാക്കാൻ ശ്രമിക്കരുത്. കൂടപ്പിറപ്പുകളുടെ സ്വത്ത് തട്ടിയെടുക്കരുത്. അപഹരിക്കരുത്. മാതാപിതാക്കളോട് നീതിയില്ലാതെ പെരുമാറരുത്. മക്കളോട് നീതിയില്ലാതെ പെരുമാറരുത്. ചില മക്കൾ മാതാപിതാക്കളെ വലിയ കുഴപ്പത്തിലാക്കുകയും തിരസ്കരിക്കുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്ത് അവരോട് അനീതി കാണിക്കുന്നുണ്ട്. അവരുടെ ചോരയും നീരും ഊറ്റിക്കുടിച്ച് അവരുടെ ജീവനും അവരുടെ ശക്തിയും ചോർത്തിയെടുത്ത് വളർന്ന് പടർന്ന് പന്തലിച്ചവരാണ് ഈ നീതികേട് കാണിക്കുന്നത്.
അതിന് സമാനം മക്കളോട് നീചമായ നീതികേട് കാണിക്കുന്ന മാതാപിതാക്കളുമുണ്ട്. മക്കളെക്കുറിച്ച് ജാഗരിക്കാതെ, മക്കൾക്ക് വേണ്ടി പൊതുസ്വത്ത് പകുത്തു കൊടുക്കാതെ, അല്ലെങ്കിൽ അത് അവർക്ക് അവകാശമായി വരാതെ അത് വിറ്റ് കുടിച്ച് തിന്ന് ആഘോഷിച്ച് സ്വന്തം മക്കളെ വലിയ കുഴപ്പത്തിലാക്കി തീർക്കുന്ന നീതികെട്ട മാതാപിതാക്കളുമുണ്ട്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, ലോക ഇമ്പങ്ങൾക്ക് വശംവദരായിപ്പോയ, പ്രപഞ്ചമോഹങ്ങൾക്ക് അടിമകളായിപ്പോയ പല പിതാക്കന്മാരും, ചുരുക്കം ചില മാതാക്കളും സ്വന്തം മക്കളോട് വലിയ അനീതി കാണിക്കുന്നവരാണ്. കുടുംബസ്വത്ത് മുഴുവൻ വിറ്റ് തുലച്ച് തിന്ന് കുടിച്ച് തീർത്തിട്ട് മക്കളെ പെരുവഴി ആധാരമാക്കിയ ഏതൊരപ്പനും മക്കളോട് നീതികേട് കാണിച്ചവനാണ്. തനിക്ക് ദൈവം നൽകിയ അനുഗ്രഹമായ മക്കളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് പരപുരുഷനോടൊപ്പം പോകുകയോ വ്യഭിചാരമോഹങ്ങൾ കുടുങ്ങുകയോ ചെയ്ത, അല്ലെങ്കിൽ മക്കളെ ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടു പോയ ഒരമ്മ അനീതിയുള്ളൊരമ്മയാണ്. പറയുമ്പോഴെല്ലാ മേഖലയും നമ്മൾ പറയണമല്ലോ. അപ്പോൾ ഈ അനീതിയുടെ ആളുകളായിട്ടല്ല, നീതിയോടെയാണ് ദൈവമക്കൾ ജീവിക്കേണ്ടത്. ദൈവമക്കൾ വലിയ പ്രത്യാശയുള്ളവരായി ജീവിക്കുമ്പോൾ ഈ തികഞ്ഞ പ്രത്യാശയുടെ ഭാഗമായി നമുക്ക് സുബോധമുണ്ടായാൽ മാത്രം പോരാ, നീതിബോധവും നമ്മളെ ഭരിക്കണം. മൂന്നാമത് അതോട് ചേർത്ത് അപ്പോസ്തലൻ പറഞ്ഞു വെച്ചത് ദൈവഭക്തിയോടുകൂടെ ജീവിക്കണമെന്നാണ്. ദൈവഭക്തിയോടുകൂടെ ജീവിക്കണം. ഈ കാലഘട്ടത്തിൽ ഭൂരിപക്ഷം പേർക്കും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, അല്ലെങ്കിൽ ആളുകൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒതുക്കി നിർത്തിയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ദൈവഭക്തി. ചിലർ വലിയ ഭക്തി പ്രകടനങ്ങളുള്ളവരാണ്, ചിലർ ഒരു ഭക്തി പ്രകടനവും നടത്താത്തവരാണ്. ആരാണ് യഥാർത്ഥ ഭക്തർ എന്നിപ്പോഴെങ്ങനെയാണ് തിരിച്ചറിയുക? പ്രകടനങ്ങൾ നടത്തുന്ന പലരും ഭക്തി ഉള്ളവരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാനൊന്നും കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പലപ്പോഴും അവരങ്ങ് പ്രകടനങ്ങളിൽ മാത്രമാണ് അവരുടെ ഭക്തി. അതവർ പ്രകടിപ്പിച്ച് തീർക്കുകയല്ലാതെ ആത്മാർത്ഥതയില്ല. യാതൊരു പ്രകടനങ്ങളുമില്ലാത്ത ചില ആളുകൾ പരമഭക്തരായി ലോകത്തുണ്ട്. കാണാമറിയത്ത് എവിടെയോ നിൽക്കുകയാണ്. അവരുടെ നടപ്പും അവരുടെ ശൈലിയും അവരുടെ സംസാരവും അവരുടെ പെരുമാറ്റവും അവരുടെ വിനയവും അവരുടെ താഴ്മയും അവരുടെ പങ്കിടലും എല്ലാം ഭക്തിയുടെ വിവിധങ്ങളായ അടയാളപ്പെടുത്തലുകളാണ്. അവർ പ്രകടനങ്ങളൊന്നും നടത്താത്തത് കൊണ്ട് അവർ ഭക്തരല്ല എന്ന് പറയാനാകുമോ? പ്രിയപ്പെട്ടവരെ, ആരാണ് യഥാർത്ഥ ഭക്തൻ എന്നിപ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയുക? നമുക്ക് ഭക്തിയുണ്ട് എന്ന ദൈവത്തെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്, ലോകത്തെയല്ല. യഥാർത്ഥ ദൈവഭക്തിയുള്ളവരായി നാം ജീവിക്കണം. നമ്മുടെ നടപ്പിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ശൈലിയിലുമൊക്കെ ഭക്തിയാണ് പ്രകടമാകേണ്ടത്. നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ ആരാധനാത്മക ജീവിതത്തിലുമൊക്കെ അത് പ്രകടമാകണം. ഈ ഭക്തി പ്രകടിപ്പിക്കുന്ന എല്ലാവരും ഭക്തി ഇല്ലാത്തവരാണ് എന്ന് ആരും ചിന്തിക്കരുത്. വളരെ നിഷ്കളങ്കമായി തങ്ങളുടെ ഭക്തി പ്രകടിപ്പിക്കുന്ന ഭാഗ്യവാന്മാരായ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സഹോദരിമാരുണ്ട്. അവരുടെ ഇന്നസെൻസിയിൽ നിന്നാണ്, അവരുടെ നിഷ്കളങ്കതയിൽ നിന്നാണ് അവരാ ഭക്തി പ്രകടിപ്പിക്കുന്നത്. അത് അവരുടെ വികാരപരമായ പ്രകടനങ്ങളാണ് എന്ന് മാത്രം എഴുതി തള്ളാൻ ഒക്കില്ല. തികഞ്ഞ ഭക്തിയിൽ നിന്നാണ് അവരത് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഭക്തിയുടെ പാരമ്യതയിൽ ജീവിതം നയിക്കണം. പ്രകടനങ്ങളില്ല എന്നുള്ളത് കൊണ്ട് ഭക്തിയില്ലെന്ന് വിചാരിക്കേണ്ട. പ്രകടനമുള്ളത് കൊണ്ട് പൂർണ്ണ ഭക്തരാണെന്ന് വിചാരിക്കേണ്ട. പ്രകടനമുള്ളവരൊക്കെ ഭക്തിയില്ലാത്തവരാണെന്ന് വിചാരിക്കേണ്ട. ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയണം, എനിക്കെൻ്റെ ദൈവത്തോട് ഭക്തിയുണ്ട്. വിശ്വാസമുണ്ടെങ്കിലേ ഭക്തി ഉണ്ടാകത്തുള്ളൂ. ഇന്നൊരുപാട് ആളുകൾക്ക് വിശ്വാസം തന്നെ ഇല്ല, പിന്നെ എങ്ങനെ ഭക്തി ഉണ്ടാകും? ക്രിസ്തീയ സഭയിൽ അംഗത്വമുണ്ട്, മാമോദീസയൊക്കെ ഏറ്റവരാണ്, പാരമ്പര്യം ഒരുപാടുണ്ട്, പക്ഷേ ദൈവവിശ്വാസമില്ല, പിന്നെ എങ്ങനെ ഭക്തി ഉണ്ടാകും? എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിൽ ദൈവത്തിനെതിരെ, ദൈവശക്തിക്കെതിരെയൊക്കെ ഏറ്റവും കൂടുതൽ സന്ദേശങ്ങൾ ലോകത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന, വിവിധ സഭകളിൽ അംഗങ്ങളായിരിക്കുന്ന മാമോദീസയേറ്റ ദൈവമക്കൾ ഒത്തിരി പേരുണ്ട്. തികഞ്ഞ അഭക്തരാണവർ. അവരൊക്കെ സഭയിൽ അംഗങ്ങളായിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചു പോയതുകൊണ്ട് മാത്രമാണ്, ഭക്തരായതുകൊണ്ടോ വിശ്വാസികളായതുകൊണ്ടോ ഒന്നുമല്ല. ഇവിടെയാണ് ഭക്തരായി ജീവിക്കണം എന്ന് വരുന്നത്. അപ്പോൾ നാം സുബോധമുള്ളവരായിട്ടും നീതിയുള്ളവരായിട്ടും ഭക്തിയുള്ളവരായിട്ടും ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെ ജീവിക്കുവാൻ വേണ്ടി
നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്നാണ് അപ്പോസ്തലൻ തീത്തൂസിന് എഴുതുന്നത്. ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ ആത്മീക ജീവിത മേഖലകളിൽ നമുക്ക് മേലെപ്പോഴും ഒരു ശിക്ഷയുടെ വടി നിൽപ്പുണ്ട്. അത് സ്നേഹത്തിൻ്റെ വടിയാണ്. ശിക്ഷയുടെ വടി എന്ന് പറയുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും അത് ക്രൂരതയുടെയോ അല്ലെങ്കിൽ നിഷേധത്തിൻ്റെയോ ഒക്കെ വടിയാണെന്നല്ല. അത് സ്നേഹത്തിൻ്റെ വടിയാണ്. അപ്പൻ്റെ കയ്യിലുള്ള വടി, അമ്മയുടെ കയ്യിലുള്ള വടി സ്നേഹത്തിൻ്റെ വടിയാണ്. അതുകൊണ്ട് മക്കളെ തല്ലുന്നത് അവരോടുള്ള ദേഷ്യം കാരണമല്ല, അവരോടുള്ള സ്നേഹം കാരണമാണ്. അതുകൊണ്ട് അവരെ ഏതെങ്കിലും വിധത്തിൽ നിയന്ത്രിക്കുന്നത് അവർ നശിച്ചു പോകാൻ വേണ്ടിയല്ല, അവരനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ്. ബാലശിക്ഷ നന്മയ്ക്ക് വേണ്ടി സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ദൈവം വിവിധ മേഖലകളിലൂടെ ശിക്ഷിക്കുന്നുവെങ്കിൽ അത് രോഗപീഠകളിലൂടെയാകാം, മറ്റൊരു വ്യാധിയിലൂടെയാകാം, അതുമല്ലെങ്കിൽ സാമ്പത്തിക തകർച്ചയിലൂടെയാകാം, ആരോഗ്യപരമായ പ്രശ്നങ്ങളിലൂടെയാകാം, കുടുംബപരമായ ചില ബാധ്യതകളിലൂടെ, പ്രശ്നങ്ങളിലൂടെ, സങ്കീർണതകളിലൂടെ, സംഘർഷങ്ങളിലൂടെ, ചില പരാജയങ്ങളിലൂടെയൊക്കെ കടത്തിവിടുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ യഥാസ്ഥാനപ്പെടലിനുള്ള ദൈവിക ഇടപെടലാകാം അത് എന്ന് വായിച്ചെടുക്കണം. നമ്മളെ സുബോധത്തിൽ നിലനിർത്തുന്നതിനും നമ്മളെ നീതിബോധത്തോടെ നിലനിർത്തുന്നതിനും നമ്മളെ ദൈവഭക്തിയിൽ നിലനിർത്തുന്നതിനുമൊക്കെ ഈ ബാലശിക്ഷ കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം എന്നെ ശിക്ഷിച്ച് നശിപ്പിക്കുന്നു എന്നല്ല, ദൈവം എന്നെ ശിക്ഷിച്ച് രക്ഷിക്കുന്നു എന്നാണ്. ശിക്ഷിക്കുന്ന ദൈവത്തെക്കുറിച്ച് നിരന്തരം പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആളുകളുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചൊരു വല്ലാത്ത ഭയവും ഒരു പേടിയുമൊക്കെയാണ് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, അത് അസ്ഥാനത്താണ്. സ്നേഹത്തിൽ നിന്നുടലെടുക്കുന്ന ശിക്ഷ മാത്രമാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. അത് നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ്. നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ്. നിത്യനരകത്തിൽ നാം ചെല്ലാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ്. നമ്മളെ കർത്താവിനോട് ഒട്ടിച്ചു നിർത്താനുള്ള ദൈവത്തിൻ്റെ ഇടപെടലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം പ്രത്യാശയുള്ളവരായി, ബാലശിക്ഷയ്ക്ക് വിധേയരായി, നല്ല സുബോധമുള്ളവരായി, നല്ല ദൈവഭക്തിയുള്ളവരായി, നല്ല നീതിബോധമുള്ളവരായി, നീതി പ്രവൃത്തി ചെയ്യുന്നവരായി ജീവിതം ക്രമപ്പെടുത്തണം. വിശുദ്ധിയിൽ അങ്ങനെ വളരുവാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് വ്യക്തമായി വേദപുസ്തകത്തിലൂടെ, ദൈവവചനത്തിലൂടെ നമ്മളെ ഉപദേശിച്ച് ദൈവം പഠിപ്പിക്കുമ്പോൾ അതിന് വിധേയപ്പെട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്വന്തം ജീവിതത്തെ ഈ സന്ദേശങ്ങളോട് ചേർത്ത് വെച്ചൊന്ന് വിശകലനം ചെയ്യാൻ, അത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വിലയിരുത്തി വായിച്ച് പരിശോധിക്കാൻ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തിയെടുക്കാൻ, രൂപപ്പെടുത്തിയെടുക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങളെ ബലപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. നമ്മെ വീണ്ടെടുത്തവൻ, നമ്മെ വിലയ്ക്ക് വാങ്ങിയവൻ, നമ്മെ സ്വന്തമാക്കിയവൻ, നമ്മുടെ മേൽ അവകാശമുള്ളവൻ, നമ്മുടെ അധികാരിയായവൻ, നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, തൃപ്പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചു ചേർത്തിട്ട് നീ ഞങ്ങളോട് വളരെ മനോഹരമായി ക്രിസ്തീയ ജീവിതം എപ്രകാരമാണ് നയിക്കേണ്ടത് എന്ന് അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നല്ലോ. സുബോധമുള്ളവരായി, ഭക്തിയുള്ളവരായി, നീതിബോധമുള്ളവരായി ജീവിക്കണമെന്ന്. എന്തുകൊണ്ടെന്നാൽ വലിയ പ്രത്യാശയുള്ളവരായി, കർത്താവിൻ്റെ മഹത്വ പ്രതീക്ഷിതരായി കാത്തിരിക്കുന്നവരായി നാം തീർന്നിരിക്കുന്നുവെന്ന്. എല്ലാവർക്കും വേണ്ടി ഒരുക്കിയ ആ മഹാരക്ഷയ്ക്ക് നാം പാത്രീഭൂതരായി തീർന്നിരിക്കുന്നുവെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്ന ആ ദൈവമേ, ഇന്ന് ഞങ്ങൾ കേട്ട സന്ദേശം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വാംശീകരിക്കുന്നു. ഞങ്ങളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരുവാൻ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ നിരന്തര കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. അവിടുത്തെ സ്വർഗീയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഈ സന്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സമർപ്പണത്തിനും ആത്മീയമായ ആഴപ്പെടലിനുമൊക്കെ മുഖാന്തരമാക്കണമേ. ബലപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ.
ആമേൻ. Maria.